ഗുഡ് മോർണിംഗ്. നമുക്ക് പഠിക്കാനുള്ളത് കോപ്പി ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് PACT പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. 1982 21 മേജർ US അഡ്വർടൈസിങ് ഏജൻസി ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തു. അതിനെ പറയുന്ന പേരാണ് PACT എന്ന് പറയുന്നത്. അതായത് നല്ലൊരു കോപ്പി ടെസ്റ്റിങ്ങിന് ഉണ്ടായിരിക്കേണ്ട അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു PACT പൊസിഷനിങ് അഡ്വർടൈസിങ് കോപ്പി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ PACT പ്രിൻസിപ്പിൾ ഓഫ് കോപ്പി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. നല്ലൊരു അഡ്വർടൈസിങ് കോപ്പിക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നല്ലൊരു കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇപ്പം നമ്മൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് മെത്തേഡ് ഷുഡ് പ്രൊവൈഡ് മെഷർമെൻറ്റ് വിച്ച് ആർ റിലവൻറ്റ് ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എ ഗുഡ് കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റം മസ്റ്റ് ക്ലിയർലി സ്പെസിഫൈ അബൌട്ട് ദി യൂസ് ഓഫ് റിസൾട്ട് ഇൻ അഡ്വാൻസ് ഓഫ് ഈച്ച് സ്പെസിഫിക് ടെസ്റ്റ്. ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും അത് ക്ലിയറായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം അതിൻ്റെ റിസൾട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. മൂന്നാമത്തേത് എ ഗുഡ് കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് ബിക്കോസ് സിംഗിൾ മെഷർമെൻറ്റ്സ് ആർ ജനറലി ഇനാഡിക്വേറ്റ് ടു അസസ് ദി പെർഫോമൻസ് ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സിന് പറ്റുന്നതായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് ഇടുവാണെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ പിള്ളേരുടെ ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടി മാത്രമല്ല, അവരുടെ മെമ്മറി എന്തേരമുണ്ട്, അവരുടെ റൈറ്റിംഗ് സ്കിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതായിരിക്കണം. ദെൻ നാലാമത്തേത് എ ഗുഡ് കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എ മോഡൽ ഓഫ് ഹ്യൂമർ റെസ്പോൺസ് ടു കമ്മ്യൂണിക്കേഷൻസ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹ്യൂമർ റെസ്പോൺസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മേക്ക് ഹറി ഇൻ റീച്ചിങ് കൺക്ലൂഷൻസ്. കൺക്ലൂഷനുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ധൃതിയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. സമയമെടുത്ത് വേണം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ആറാമത്തേതെന്ന് പറഞ്ഞാൽ എ ഗുഡ് കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റം അവോയ്ഡ് ബയാസ് ഡ്യൂറിങ് ദ കണ്ടക്ട് ദി ടെസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പം ആൾക്കാരുടെ മുൻവിധിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റോ ഒന്നും അതിൻ്റെ അകത്ത് വരാനായിട്ട് പാടില്ല. ഏഴാമത്തേതെന്ന് പറഞ്ഞാൽ കെയർഫുൾ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കണം. എട്ടാമത്തേതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. ഒമ്പതാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ കോപ്പി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. പത്താമത്തേതെന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ PACT പ്രിൻസിപ്പിളിനെ കുറിച്ചും അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും ചെറിയൊരു ഗ്രാഹ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിനടുത്തതായിട്ട് നമ്മൾ ഇത്രയും നേരം പ്രീ ടെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പോസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ആർട്സിനെ കുറിച്ചാണ് അടുത്ത പഠിക്കാനുള്ളത്. അപ്പോൾ പോസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഡ്വർടൈസ്മെൻറ്റ് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന പരിപാടിയാണ് പോസ്റ്റ് ടെസ്റ്റിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ആഡിൻ്റെ ഇമ്പാക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആഡ്സിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തണം, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റും അതുപോലെ തന്നെ സെയിലിൽ എന്തെങ്കിലുമൊക്കെ ഇഫക്റ്റ് ഉണ്ടായോ, ലാസ്റ്റ് വണ്ണായിട്ട് അതുപോലെ തന്നെ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക.
ഇനി അടുത്തത് പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അക്യൂറേറ്റ് ആയിരിക്കും റിസൾട്ട്. അഡ്വർടൈസ്മെൻറ്റ് മീഡിയാസിൽ വന്നു, അതിന് ശേഷം നമ്മൾ അതിൻ്റെ റിസൾട്ട് മെഷർ ചെയ്യുമ്പോൾ അത് കൂടുതൽ അക്യൂറേറ്റ് ആയിരിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ പോസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഐഡിയലായിരിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് എബൌട്ട് ദി ഗെയിൻസ് ജനറേറ്റഡ് ബൈ ആൻ ആർട്സ്. ശരിക്കും പറഞ്ഞാൽ വസ്തുതകൾ അതുപോലെ തന്നെ ഫിഗറുകൾ. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുത്തു, അതിന് ശേഷം സെയിലിൽ എന്തെങ്കിലും വർധനവുണ്ടായി, അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നാലാമത്തേതെന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വഴിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആർട്സ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ട വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് പ്രീ ടെസ്റ്റിങ്ങും പോസ്റ്റ് ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസാണ്. ഇപ്പം ചുമ്മാ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ഒന്നാമത്തേത് ഇവാലുവേഷൻ നടത്തുന്നത് അഡ്വർടൈസ്മെൻറ്റ് റിലീസ് ചെയ്യുന്നതിന് മുന്നാണ്. പോസ്റ്റ് ടെസ്റ്റിങ്ങിലാണെങ്കിൽ ആക്ച്വൽ പെർഫോമൻസിൻ്റെ സമയത്താണ്. പ്രീ ടെസ്റ്റിങ്ങിൽ പ്രീ പ്ലേസ്മെൻ്റ് ആണ്, അപ്പുറം ആഫ്റ്റർ റിലീസാണ്. നമുക്ക് പ്രീ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ആഡിക്വേറ്റ് ചേഞ്ചസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വരുത്താനായിട്ട് പറ്റും. അപ്പുറമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വരുത്താം എന്നുള്ളതേ ഉള്ളൂ. ദെൻ നാലാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വഴി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അപ്പുറം ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി ആടാണ് നോക്കുന്നത്. അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ പ്രീ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ഇന്നെഫക്റ്റീവായിട്ടുള്ള ആടാണെന്ന് തോന്നുമ്പോൾ നമ്മളത് ഒഴിവാക്കും. അങ്ങനെ മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പോസ്റ്റ് ടെസ്റ്റിങ്ങിലാണെങ്കിൽ ഫ്യൂച്ചർ ആർട്സ് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആറാമത്തേതെന്ന് പറഞ്ഞാൽ എന്താണ് അച്ചീവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുക. പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓൾറെഡി എന്താണ് അഡ്വർടൈസ്മെൻറ്റ് വഴി കിട്ടിയതെന്നുള്ള കാര്യം നോക്കുന്നു. പിന്നെ അടുത്തത് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ അകത്താണെങ്കിൽ മാർക്കറ്റ് കോണ്ടെക്സ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ലൈക്ലി ഇമ്പാക്റ്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദി ആഡ്. എന്താണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്നൊരു കുറച്ച് ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആക്ച്വൽ ഇമ്പാക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്, അധികമൊന്നുമില്ല. PACT പ്രിൻസിപ്പിൾ എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ PACT എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ പോസ്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ടെസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.